ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാൻസ് ഫാമിലി കഫേ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ അടിപൊളിയായിട്ടൊരു നാടൻ ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിനകത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ എന്നാ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് ഒഴിക്കുന്നത്. ഇതൊരു 2 ടേബിൾ സ്പൂൺ എണ്ണയൊക്കെ മതിയായിരിക്കും. എന്നാലും നമ്മുടെ ഇഷ്ടത്തിന് കേട്ടോ. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരൊക്കെ എണ്ണ കുറച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പം എണ്ണ ഒഴിച്ചു നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് അടുത്ത ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇവിടെ ഗരം മസാല ഞാൻ മുഴുവനായിട്ടാണ് ഇടുന്നത് കേട്ടോ. പൊടി ഇടാം. അപ്പോൾ കറുവപ്പട്ട ഇട്ടു. കറുവപ്പട്ട ഒരു 2 സ്റ്റിക്ക് വല്ലതും മുറിച്ചെടുത്ത് ഇടണം. പിന്നെ കറുവപ്പട്ട ഇട്ടതിന് ശേഷം നമുക്കൊരു 5-6 ഏലക്ക ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഏലക്ക ഇടുന്നത്. ചതച്ചിടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. അത് കഴിഞ്ഞാൽ ഒരു ഗ്രാമ്പു 5-6 ഗ്രാമ്പു അധികം ഒന്നും ഇടണ്ട. ഗ്രാമ്പുവിൻ്റെ ഒത്തിരി വേണ്ട. പിന്നെ 2 തക്കോല ഇട്ടു. അതിന് സ്റ്റാർ എന്നങ്ങാണ്ട പറയുന്നത്. തക്കോല ഇട്ടു. അത് പൊട്ടിത്തെറിക്കുന്നുണ്ടോ, അതുകൊണ്ട് ഇട്ട് കഴിയുമ്പോൾ ഒന്ന് മാറി നിൽക്കണം. ഏലക്ക മുഴുവനായിട്ടുള്ള പൊട്ടും. പിന്നെ നമുക്ക് ഇടേണ്ടത് ഒരു കുറച്ച് പെരിഞ്ജീരകം മുഴുവനോടെ ഇട്ട് കടിക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ അതിനകത്ത് നമുക്ക് വേണേൽ പിന്നെ പൊടി ആഡ് ചെയ്താലും മതി കേട്ടോ. അപ്പം ഇത് ഗരം മസാല എല്ലാം കൂടെ നമ്മൾ മുഴുവനോടെ ഇട്ടു ചെറുതായിട്ട് നൽകി കൊടുക്കാം. തീ ഇച്ചിരി കുറച്ച് വെക്കണം കേട്ടോ. പെട്ടെന്ന് ഇതെല്ലാം കൂടെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടേ. അപ്പം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ആ വെളുത്തുള്ളി ജസ്റ്റ് അങ്ങോട്ട് ചേർത്തൊന്ന് ഇളക്കിയ ശേഷം അടുത്ത ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ ഇഞ്ചിയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കണം. ഇതെല്ലാം ചെറിയ തീയിലിട്ട് ഇളക്കിയാൽ മതി കേട്ടോ. ചെറിയ തീയിലിട്ട് ഇളക്കി കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോവും. ഇനി നമുക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. ഞാനൊരു 6 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്ത് ഇളക്കാം. ഈ പച്ചമുളക് മുഴുവനോടെ ഇടുമ്പോൾ ചിലപ്പോൾ ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ടില്ലെങ്കിലുണ്ടല്ലോ ഇതും പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് ചൂടായി വരുമ്പോഴേ. പച്ചമുളക് ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ എരിവനുസരിച്ച് എല്ലാവരും കൂട്ടിയും കുറച്ചൊക്കെ ഇടുക. അതിൻ്റെ കൂടെ നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 സാധനമാണ് നമ്മുടെ എരിവിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കണം. അടുത്ത നമ്മൾ ഇടേണ്ടത് ഇനിയും കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില കണ്ടോ, അടിപൊളി കറിവേപ്പില. എന്നാ ഫ്രഷാന്ന് നോക്കിയേ. നാട്ടിൽ കിട്ടത്തില്ലായിരിക്കും ഇത്രയും ഫ്രഷ് കറിവേപ്പില. ഓക്കെ, നമ്മൾ കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. എന്നാലും നല്ല ഭംഗിയാണ് കറിവേപ്പില കിടക്കുന്നതാണ്. രണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ടേ. പേടിയുള്ളവരൊക്കെ മാറിയുന്നു. കറിവേപ്പില പെട്ടെന്ന് എണ്ണയിലോട്ട് ചൂടായ എണ്ണ വീഴുമ്പോൾ പൊട്ടിത്തെറിക്കും. ഇനി നമുക്ക് ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇനി അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് സവാളയാണ്. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് 2 വലിയ സവാളയാണ് കേട്ടോ. നിങ്ങളുടെ ചെറിയ സവാളയാണെങ്കിൽ ഒരു 3 വരെ ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയുടെയും ഈ ഇട്ട സാധനങ്ങളുടെ എല്ലാം കണക്ക് എന്നാന്ന് വെച്ചാൽ ഒരു 1.25 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് ഇളക്കുക. ഇപ്പം ഈ സവാള വഴന്നു വരാനായിട്ട് നമുക്കൊരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ എല്ലാവരുടെയും കൈയളവാണ്, അത് നോക്കിയിടുക. ഒരിക്കലും ഉപ്പ് കൂടിപ്പോകാനിടയാകരുത്. എപ്പോഴും ഉപ്പിച്ചിരി കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് പിന്നെ പുറകെ ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വരണം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുന്നതാണ് കറിക്ക് രുചി വരുന്നത് കേട്ടോ. അപ്പോൾ സവാള നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാനെടുത്ത് ഇച്ചിരി കൂടുതലാണോ സംശയമുണ്ടേ, അതുകൊണ്ട് ഞാനൊരു ശകലം മാറ്റി വെക്കുക. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. നമ്മുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കുരുമുളക് പൊടി ഇടാം. അതിനിപ്പോൾ ഒരു പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും ചേർക്കേണ്ട ഒരു സാധനം ഉരുളക്കിഴങ്ങാണ്. 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ചതുരത്തിൽ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ സവാളയുടെ കൂട്ടിനകത്തോട്ട് ഈ ഉരുളക്കിഴങ്ങ് കൂടെ കിടന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച 1.25 കിലോ ചിക്കൻ.
ഇത് 1.25 കിലോ ചിക്കൻ ഉണ്ട്. അത് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ ചിക്കൻ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഇളക്കിയെടുക്കണം. അപ്പോൾ ചിക്കൻ ഇട്ടു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതായിട്ട്. ഇതിന് ഈ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഇനി നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഞാൻ കണക്കൊന്നും പറയുന്നില്ല, അവരവരുടെ ഇഷ്ടമാണ്. എങ്ങനെ വന്നാലും കൂടിപ്പോരുത് ഒരിക്കലും. കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിവിടെ അളവൊന്നുമല്ല കാണിക്കുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു സ്പൂണിന് ഇപ്പം ഞാനെടുത്ത് ഉപ്പിടുക കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഇട്ടു. ഉപ്പിനൊരു പിങ്ക് കളർ തോന്നുന്നുണ്ടല്ലേ? അത് പിങ്ക് ഹിമാലയൻ സോൾട്ടാണേ, അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. ഹെൽത്തി സോൾട്ടാന്നൊക്കെയല്ലേ പറയുന്നത്, നമുക്കറിയത്തില്ല. എന്തായാലും മേടിച്ചു. അപ്പോൾ ആ ഉപ്പ് നമ്മൾ ഇട്ടു. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. നല്ല ഫ്രഷ് തേങ്ങയുടെ പാലാണെങ്കിൽ ഏറ്റവും നല്ലത്. ആ രുചി നമുക്ക് വേറൊരിടത്തുനിന്നും കിട്ടത്തില്ല. ഇപ്പോൾ എനിക്ക് ഫ്രഷ് തേങ്ങയുടെ പാൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ടിന്നിലുള്ള തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ രണ്ടാം പാലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫ്രഷിൻ്റെ ആണ് ഉപയോഗിക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ രണ്ടാം പാൽ ഉണ്ടാക്കി, അതായത് മറ്റേ പാലിനകത്ത് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് രണ്ടാം പാലാക്കി അതൊരു 2 കപ്പോളം ഒഴിക്കണം. ആ 2 കപ്പിനകത്ത് ഒഴിച്ച് ഈ പാലിനകത്ത് കിടന്ന് ഇനി നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടണം. അതിനായിട്ട് നമ്മൾ ഇനി പാൻ ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ചൊരു 15 മിനിറ്റ് മതിയായിരിക്കും ചിക്കൻ വേകാൻ കേട്ടോ. അത് കൂടുതൽ അതിൻ്റെ ആവശ്യം വരത്തില്ല. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇതിവിടെ ഇരുന്ന് വേകട്ടെ. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് തിളച്ചു, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തു. അതിൻ്റെ കൂടെ കിടക്കുന്ന ആ കൂട്ടുകാരൻ ഉരുളക്കിഴങ്ങും ഉണ്ടോ, അത് അതിലും നല്ലതായിട്ട് വെന്തിട്ടുണ്ടേ. അപ്പം ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി ഉപ്പൊക്കെ ക്രമീകരിച്ചേക്കണം, എരിവ് ക്രമീകരിക്കണം. കുരുമുളക് പൊടി വേണേൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഗരം മസാലയുടെ ടേസ്റ്റ് കൂടുതൽ നിൽക്കണം എന്നുള്ളവർക്ക് ഇച്ചിരി ഗരം മസാലപ്പൊടി വേണേ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 1-ാം പാൽ അല്ലെങ്കിൽ തലപ്പാൽ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവാ. ഇതൊരു 1.25 കപ്പ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്. ആ തേങ്ങാപ്പാലും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഒത്തിരി തിളയ്ക്കാൻ നിൽക്കരുത്. നമ്മുടെ വീട്ടിലൊക്കെ പറയാറുണ്ട് ഈ തേങ്ങാപ്പാലിൻ്റെ തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കരുതെന്നേ. അപ്പം അതുകൊണ്ട് അത് തിളയ്ക്കാതെ നോക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് ചെറുതാക്കി ഒന്ന് നല്ലതായിട്ടൊന്ന് ചൂടാക്കി എടുത്തുവെച്ചാൽ മതി. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇപ്പോൾ റെഡി ആയിട്ടുണ്ടേ. വലിയ പരിപാടിയൊന്നുമില്ല കണ്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള എല്ലാ സാധനങ്ങളുമാണ്. ചിക്കൻ മാത്രം പുറത്തുനിന്ന് മേടിച്ചാൽ മതി. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും റെഡിലി അവൈലബിൾ ആണല്ലോ. അപ്പം അതുകൊണ്ടൊക്കെ നമുക്ക് ഈസി ആയിട്ടൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയെടുക്കാം. അപ്പം സംഭവം റെഡി. അപ്പോൾ ഇന്ന് കാണിച്ച ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. കമൻസിനായി ഞാൻ കാത്തിരിക്കും. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.